ഗുഡ് ഈവനിങ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേഷനാണ്. കോപ്പറേഷൻ അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കോപ്പറേഷൻ ഇല്ലേ, സെക്കൻഡ് ഇയർ ബികോം സ്റ്റുഡൻസിനുള്ള കോപ്പറേഷനിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കോപ്പറേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ എന്താ പറയുന്നത് ടെക്സ്റ്റ് ഫുള്ളും വായിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അത് ഫുള്ളും എന്താ പറയുക നല്ലപോലെ മനസ്സിലാക്കി വായിച്ച് ഇരിക്കുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷോർട്ട് ഫോംസ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ഇപ്പൊ എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പാർട്ട് ബിയും സിയും ഒക്കെ ചോദിക്കുന്നത് ആ രീതിയിലായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അത് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. കോപ്പറേഷന്റെ ഒരു പ്രത്യേകതയാണ് അത്. അപ്പൊ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലായില്ല എന്ന് പറയും. പക്ഷെങ്കിൽ നമ്മൾ ഇതേപോലെ ഇപ്പൊ ഞാൻ ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതെന്ന് പറയുന്നത് പാർട്ട് ബിയിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഫസ്റ്റ് വൺ പറയുന്ന മാർക്കറ്റ് ഫെഡ് ആണ്. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് ലിമിറ്റഡ്. അത് അപ്പെക്സ് സൊസൈറ്റി ആണ്. മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ്, അത് ഈ പറഞ്ഞ പോലെ എന്താണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ഗോഡൌണ് ഓർ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാർട്ട് ബിയിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന് ഫുള്ളായിട്ടും അവർ കൊടുക്കത്തില്ല. ഇങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് NCCF ആണ്. അതായത് നാഷണൽ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. കൺസ്യൂമർ പറയുന്ന കോഓപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ബോഡിയാണ് ഇതെന്ന് പറയുന്നത് ഈ NCCF എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ അപ്പെക്സ് സൊസൈറ്റിയാണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് കേരള സ്റ്റേറ്റിന്റെ മാത്രമാണ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. NCCF എന്ന് പറയുന്നത് കൺട്രിയുടെ അപ്പെക്സ്, അതായത് ഇന്ത്യ മൊത്തമാണ് പറയുന്നത്, അതിന്റെ അപ്പെക്സ് ബോഡിയാണ് NCCF എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സിന്റെ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ് ലെവലിലുള്ള എല്ലാ സ്റ്റേറ്റും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള എന്താ പറയുന്നത് ട്രാൻസാക്ഷൻസ് ആണ്. ഇവര് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ സെന്റേഴ്സ് അവരുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്ന് പറയുന്ന കൺസ്യൂമർ ഗുഡ്സിന്റെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവര് മന്ത്ലി ജേണൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ. ഈ ചെറിയ ചെറിയ വേർഡൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പക്ഷേ ഈ NCCF ചോദിക്കുന്നതിന് പകരം ചിലപ്പോൾ അതാണ് ചോദിക്കുന്നെങ്കിലോ. അതായത് ഇന്ത്യൻ കൺസ്യൂമർ കോപ്പറേറ്റർ എന്ന് പറയുന്നത് ഇവരുടെ മന്ത്ലി ജേണലിന്റെ പേരാണ്. അതാണ് NCCF എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് നീതി സ്റ്റോർ ആണ്. നീതി സ്റ്റോർ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും കാണുന്നതും ഒക്കെയാണ്. ഇത് കൺസ്യൂമർ ഫെഡ് ഉണ്ടല്ലോ, കൺസ്യൂമർ ഫെഡിന്റെ ഒരു എന്താ പറയുക അവർ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ബ്രാഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റോറാണ് നീതി സ്റ്റോർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളും അല്ലെങ്കിൽ സപ്ലൈകോ എന്ന് പറയുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്, കൺസ്യൂമർ ഫെഡിന്റെ കീഴിൽ വരുന്നതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഇഫ്കോ, ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇത് ഈ പറഞ്ഞ പോലെ ന്യൂഡൽഹിയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ബാലൻസ്ഡ് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സോയിൽ ടെസ്റ്റിംഗ് ഉണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് സീഡ് ഉണ്ടല്ലോ, നമ്മുടെ വിത്തുകളൊക്കെ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ ഇഫ്കോ എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് നൈട്രസും ഫോസ്ഫേറ്റും NPK പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ ലീഡിംഗ് പ്രൊഡ്യൂസേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് ഇഫ്കോ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയില്ലേ, ഇതേപോലെ ആയിരിക്കും മിക്കവാറും എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതേപോലെ ഇപ്പൊ അത് ഫുള്ളായിട്ട് നമ്മളോട് ചോദിക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡാണ്. ഇതറിയാലോ, ഒരു ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് ഫാമേഴ്സിന് കൊടുക്കുന്നത്.
അതായത് ഇപ്പം നമ്മൾ ടൈം കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ബാങ്കിൽ പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്നത് അതേപോലെയുള്ള ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഇവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെന്താണ് അവരത് എന്താ പറയുന്നത്, ഈ ഇതിന്റെ കാലാവധി നീട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും. അതായത് അത് 4 വർഷം വരെയാണ് കൊടുക്കുന്നത്. കാർഡിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 years ആണ്. അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഉണ്ട്. കോപ്പറേറ്റീവ് ഫ്ലാഗ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഡിസൈൻ ചെയ്തതാണ്. അത് വേൾഡിനാണ് മൊത്തം എന്ന് പറയുന്നത്. 7 colors ആണ് അതിൻ്റെ അകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് മീനിങ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷന്റെ മീനിങ് എന്താണെന്ന് അറിയാലോ? ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ഹ്യൂമൻ ബീങ്സ് ആണ്. അതായത് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ത്രൂ മ്യൂച്വൽ ഹെൽപ്പാണ്, പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഒബ്ജക്റ്റോട് കൂടി ഫോം ചെയ്തിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം പാർട്ട് ബിയിൽ വരുന്ന ഏകദേശം മോഡൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതായത് ഇതേപോലെയുള്ള ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫോംസ് മാത്രം എടുത്ത് എന്ത് ചെയ്യുക, അതിന്റെ മീനിങ് പഠിക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കോപ്പറേഷൻ അല്ലേ, അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ ഒരുപക്ഷെ നമുക്കത് ഈ പാർട്ട് ബിയിൽ വരുന്നത് 1 or 2 sentences ആണ്. അപ്പൊ അത് നമുക്ക് ഇത് വായിച്ചാൽ തന്നെ കിട്ടുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് കളക്റ്റീവ് ഫാമിംഗ് ആണ്. കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫാമേഴ്സ് ഉണ്ടല്ലോ, അവരവരുടെ റൈറ്റ് ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്, അതായത് അവരുടെ ലാൻഡിന്റെ ഉടമസ്ഥാവകാശവും അല്ലെങ്കിൽ അതിന്മേലുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ്സും അഗ്രികൾച്ചറിന് ഇതിന് വേണ്ടിയിട്ടുള്ള കാറ്റലും അതൊക്കെ എന്താണ് സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിനൊരു വാല്യൂ കണക്കാക്കി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് അത് ആ ഷെയർസിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഡിവിഡൻഡ് ആയിട്ട് ഇവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ കളക്റ്റീവായിട്ട്, അതായത് ഇറ്റ്സ് എ വോളണ്ടറി എഗ്രിമെന്റ് ആണ്. വോളണ്ടറിലി ഉള്ള എഗ്രിമെന്റ് ആണ്. അവർ സ്വമേധ എന്താ പറയുന്നത്, വോളണ്ടറിലി ആണ്, അല്ലെങ്കിൽ ആരും നിർബന്ധിച്ചിട്ടൊന്നും കൊടുക്കുന്നതല്ല. അങ്ങനെ അവര് റൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കളക്റ്റീവായിട്ട്, അല്ലെങ്കിൽ സൊസൈറ്റി എന്നിട്ടാണ് അല്ലെങ്കിൽ സൊസൈറ്റിയാണ് എന്ത് ചെയ്യുന്നത്, അതൊരു സൊസൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഫാമിംഗ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഹൗസ് ഫെഡ് ആണ്. ഹൗസ് ഫെഡ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് സൊസൈറ്റിയിൽ വരുന്നതാണ്. അത് ലോങ് ടേം ഫിനാൻഷ്യൽ ഹെൽപ്പ് ഓർ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇപ്പം ഡെപ്പോസിറ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെയാണ്. അവരുടെ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഹൗസ് ഫണ്ട് എന്ന് പറയുന്നത് NCCT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്. കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതായത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് ന്യൂഡൽഹി തന്നെയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലെർബ്രാൻഡ് എന്ന് പറയും. ലെർബ്രാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിലെ അവരുടെ ഡയറീസ് ഉണ്ടല്ലോ, ആ ഡയറി ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് വിൽക്കുന്നതിന് വേണ്ടുന്ന ബ്രാൻഡ് നെയിമാണ് ലെർബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വേർഡുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് USA അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ അവരുടെ കളക്റ്റീവ് ഫാമിങ്ങിനൊക്കെ ഓരോ പേര് പറയുന്നുണ്ട്. അപ്പം ഏകദേശം നിങ്ങളിപ്പം നമുക്കറിയാലോ, ഇനിയിപ്പോൾ SA പോകുമ്പോൾ നമുക്ക് ഈ USA, ഡെൻമാർക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളിലെ റഷ്യ ഒക്കെയുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് പഠിക്കണം. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ വേർഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർട്ട് ബിയിൽ വരുന്ന ഏകദേശ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പം ആ പേജിലുള്ളതും കൂടെ ഒന്ന് എന്താ പറയുന്നത്, ആ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഹൗസ് ഫെഡ് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ NCCT ഒക്കെ പറയുമ്പം ആ പേജിൽ വരുന്ന ഇതേപോലെയുള്ള വേർഡ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് പാർട്ട് സിയിൽ വരുന്നതാണ്. ഇനി പാർട്ട് സിയിലും പാർട്ട് ഡിയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബോർഡിൽ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് ഒക്കെ വലുതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് പാർട്ട് സിയിലും ഡിയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഏകദേശം ഒന്ന് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. പാർട്ട് സിയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ കോപ്പറേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം സോഷ്യലിസം എന്നാണ്. അതായത് ഈ പാർട്ട് സിയിൽ നമുക്കൊരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കോപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതിൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത് ഇറ്റ്സ് എ റീസെൻറ്റ് കോൺസെപ്റ്റാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത്.
അതായത് നമുക്കറിയാം മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ അതിൻ്റെ ഓണർഷിപ്പും അതിൻ്റെ റെഗുലേഷനും ഒക്കെ ഗവൺമെൻറ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ കോർപ്പറേഷൻ ഈ സെൻറ്ററിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നെങ്കിലും അതിൽ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഈ പറയുന്നത്. അതായത് നമുക്കറിയാമല്ലോ ഇപ്പം കോർപ്പറേഷൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്. അതിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഓരോ ആൾക്കാർക്കും എന്താണ് ഇൻഡിവിജ്വൽ ഫ്രീഡം അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് അവർക്ക് ജോയിൻ ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും ഈ പറഞ്ഞ പോലെ അതിൽ നിന്ന് ഒഴിവായി പോകാനും ഒക്കെ ഉള്ള ഫ്രീഡം ഉണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്ന സോഷ്യലിസത്തിൻ്റെ കേസിൽ പേഴ്സണൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്, അത് അവർക്ക് അങ്ങനെ ഒരു ഫ്രീഡം കാരണം ഗവൺമെൻറ് ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതും. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇവർ ചോദിച്ചിരിക്കുന്നത് കോർപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇത് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അത് നോക്കുക. അതിൽ നിങ്ങളുടെ നോട്ടിൽ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ റോക്ക്ഡെയിൽ വാസ് കോൾഡ് പൈനിയേഴ്സ് എന്നാണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇവരാണ് ഈ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് ഓർഗനൈസ് ചെയ്തത് ഇവരാണ്. അതിനുശേഷം അത് ഇംഗ്ലണ്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെയുള്ള ഡൈനമിക് മൂവ്മെൻറ്റിന് ഏറ്റവും ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തത് ഇവർ തന്നെയാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സാണ്. അവർ പറഞ്ഞ പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള വിഷൻ ഓർ ഐഡിയാസൊക്കെ ഉണ്ട്. ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഈ റോക്ക്ഡെയിൽസിനെ പൈനിയേഴ്സ് വിളിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഡിഫറൻസസ് ബിറ്റ്വീൻ റേവ്സൺ ആൻഡ് ഷൗട്ട്സ് ഡിലീഷ്യസ് ആണ്. അതറിയാലോ. അതായത് അതിൻ്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ബേസിസ് ഓഫ് ഡിഫറൻസും പിന്നെ ഈ പറഞ്ഞ പോലെ സൊസൈറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് പഠിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പാർട്ട് സിയിലും ഒരുപക്ഷെ പാർട്ട് ഡിയിലും ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പം എന്തായാലും ഡിഫറൻസ് എന്ന് പറയുന്നത് അവർ ഏകദേശം ഇതിൻ്റെ അകത്ത് 10 ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം അഥവാ പാർട്ട് സിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഡിഫറൻസ് എഴുതിയാൽ മതി, കാരണം 1 പേജ് അല്ലേ. പാർട്ട് ഡിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സൊസൈറ്റിയെ കുറിച്ചിട്ട് എന്താണ് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് ഡിഫറൻസും കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ നടത്തിയാൽ മതി കേട്ടോ. മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ റേവ്സൻ്റെ സൊസൈറ്റിയുടെ കേസിലാണെങ്കിൽ റൂറൽ മാസസിനാണ് അവർ ലിമിറ്റഡ് നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലിമിറ്റഡ് ടു റൂറൽ ഏരിയാസാണ്. ഇവർ ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ലിമിറ്റഡ് ടു ആർട്ടിസാൻസ് ഓർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ്. ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡും ലിമിറ്റഡുമാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്മോൾ ഏരിയ ആൻഡ് ലാർജ് ഏരിയ, അങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അത് ആ പോയിൻറ്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോയിൻ്റ് ഔട്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് അത് ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അവരുടെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ പുതിയൊരു ലെൻഡിങ് പോളിസി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ഫോർമേഷൻ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡിൻ്റെ ഫോർമേഷൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻസ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കും മൾട്ടി ഏജൻസി സിസ്റ്റവും ഒക്കെ അതിൻ്റെ റോൾ എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ പേഴ്സണൽ ട്രെയിനിങ്, അതാണ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫണ്ട് ക്രിയേറ്റഡ് ബൈ RBI ആൻഡ് ഗോർവാല കമ്മിറ്റിയാണ് ടു ഇംപ്രൂവ് ദ കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. RBI എന്ന് പറയുന്ന അത് ചിലപ്പോൾ RBIയുടെ അസിസ്റ്റൻസ് എന്നും പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്നും പറഞ്ഞു വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. RBI ക്രിയേറ്റ് ചെയ്ത ഫണ്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഫണ്ടെന്ന് പറയുന്ന ഒന്ന് നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആണ്. അതായത് ലോങ് ടേം ഓപ്പറേഷൻസ് ഫണ്ടും നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും ഉണ്ട്. അത് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ മെറ്റീരിയലിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ICAI, അതായത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അത് പറയുന്ന കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് ദ വേൾഡ് ആണ്. അതിൻ്റെ ഒരു ഫെഡറേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയാണ്. ആദ്യം ലണ്ടനിലായിരുന്നു, അത് ഷിഫ്റ്റ് ചെയ്തതാണ്.
അതിൽ ഏകദേശം 236 നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻസ് ഉണ്ട്. 93 കൺട്രീസ് കവർ ചെയ്യുന്നതാണ്. ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാ കൺട്രീസിലേക്കും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസൊക്കെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ട്രേഡ് എന്ന് പറയുന്നത് അത് കണ്ടക്ട് ചെയ്യുക. ദെൻ കോപ്പറേറ്റീവ് ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള എല്ലാ കൺട്രീസിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കേപ്പ്. അതായത് കേപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതാണ് കേപ്പ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഗവൺമെൻറ് ഓഫ് കേരളയാണ് അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസി സർവീസസ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കേപ്പിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് 7 എഞ്ചിനീയറിംഗ് കോളേജ്, 1 മെഡിക്കൽ കോളേജ്, 1 നേഴ്സിംഗ് സ്കൂള്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ ഫിനിഷിംഗ് സ്കൂൾ, ഇതൊക്കെയാണ് ഇവരുടെ ഇതിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ കേരളയാണ്. ഡയറി കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, 3 ടയർ ഓർഗനൈസേഷണൽ സ്ട്രക്ചറാണ് വരുന്നത്. പ്രൈമറി മിൽക്ക് സൊസൈറ്റി എന്ന് പറയുന്ന വില്ലേജ് ലെവലിൽ, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്ന് പറയുന്നത് മിഡിൽ ലെവലിൽ, ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ അറ്റ് ദ അപ്പെക്സ് ലെവലാണ്. അങ്ങനെ 3 ടയർ സ്ട്രക്ചറിൽ വരുന്നതാണ് ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ കേരള എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ പ്രൈമറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസൊക്കെ ആണെങ്കിൽ അപ്കോസ് എന്ന് പറയും. അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, ഇവർ ഇതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർഷിപ്പുള്ള ആൾക്കാരിൽ നിന്നും പിന്നെ മിൽക്കൊക്കെ കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ലെവലിലുള്ളതാണ്. അതിൽ വരുന്നത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസാണ് ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്നത്. അങ്ങനെ അപ്പെക്സ് ലെവലിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലേക്ക് വരുന്നതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, അതായത് മിൽമ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഡയറി കോപ്പറേറ്റീവ്സ് ഇൻ കേരള എന്ന് പറയുന്നത്. അത് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പം ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൊടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഡിസ്ട്രിക്ട് ബേസ്ഡ് ആണ്. കൺസ്യൂമർ സ്റ്റോർ വരുന്നത് പ്രൈമറി സ്റ്റോറും ഇൻഡിവിജ്വൽസും ഒക്കെ മെമ്പർഷിപ്പ് ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പർച്ചേസും അതിൻ്റെ സെയിൽസുമാണ്. അതായത് ജനറൽ പബ്ലിക്കിന് റീസണബിൾ ഒരു പ്രൈസസിന് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ. പിന്നെ അതുപോലെ മാത്രമല്ല റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇവരുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാർട്ട് ഡിയിൽ വരുന്നതാണ്. പാർട്ട് ഡി എന്ന് പറയുമ്പം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 4 പേജസ് എങ്കിലും എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ആൻ അക്കൗണ്ട് ഓഫ് ഹാൻഡ്ലൂം സൊസൈറ്റീസ് ഇൻ കേരളയാണ്. കേരളത്തിലെ ഹാൻഡ്ലൂം സൊസൈറ്റികളെ കുറിച്ച് എഴുതാനാണ്. അതിൽ നമുക്കറിയാലോ ഈ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൽ വരുന്ന, അതായത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഉണ്ടല്ലോ, അതിൽ ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് ഈ ഹാൻഡ്ലൂം സൊസൈറ്റീസ് എന്ന് പറയുന്ന കൊയർ ഇൻഡസ്ട്രീസ്, ഡയറി, ഫിഷറീസ് ഒക്കെ അതിൽ വരുന്നതാണ്. റബ്ബർ കോപ്പറേറ്റീവ്സും ഒക്കെ അതിൽ വരുന്നതാണ്. അതിൽ ഹാൻഡ്ലൂം സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് കോട്ടേജും ഒന്ന് വർക്ക്ഷോപ്പ് ടൈപ്പുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നതാണ് ഹാൻടെക്സ് എന്ന് പറയുന്നത്. അതൊക്കെ നോട്ട് ചെയ്തോണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ പ്രോബ്ലംസ് ഓഫ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ കുറവാണ്. അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം അത് തന്നെയാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇന്നാഡിക്വസി, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. അതായത് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് കുറവാണെന്നുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറും വർക്കിങ്ങുമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് 373 പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 ടയർ സ്ട്രക്ചറാണ്. ഒന്ന് പ്രൈമറി കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ബോട്ടം ലെവലും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്ന അപ്പെക്സ് ലെവലുമാണ്. അതിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് 1970 ഓർഗനൈസ് ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ഹൗസിംഗ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ടുണ്ട്. അതിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയാണ്. അതുപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഇവരുടെ ഏറ്റവും കൂടുതൽ അവർ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം കുറവ് അല്ലെങ്കിൽ വളരെ വീക്കാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് അർബൻ ഏരിയയിൽ ലാൻഡിൻ്റെ അൺഅവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡും പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ അർബൻ ഏരിയയിൽ വരുന്ന ഷോർട്ടേജ് ഓഫ് ക്യാപിറ്റൽ. നെക്സ്റ്റ് ഡിസ്കസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ മോഡ്യൂളെന്ന് ഈ പറഞ്ഞ പോലെ 5th മോഡ്യൂളിൻ്റെ അകത്ത് വരുന്നതാണ്. ഹിസ്റ്ററി ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ ഇവർ ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ടയർ സ്ട്രക്ചറാണ്. അതിൽ ഈ പറഞ്ഞ പോലെ വൈകുണ്ഠ് മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ്, കോഓപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ യൂണിറ്റ് അതൊക്കെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കണേ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരള എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മൊഡ്യൂൾ 3 ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. അതൊന്ന് നോക്കിക്കോ കേട്ടോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ എന്നും പറഞ്ഞ് അത് മത്സ്യഫെഡ് എന്നും പറഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് കോഓപ്പറേറ്റീവ്സ് ഈ പറഞ്ഞ പോലെ ഫിഷർമാൻ കോഓപ്പറേറ്റീവ്സ് ഇൻ ദ സ്റ്റേറ്റിൽ അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിയാണ് അത് വന്നിരിക്കുന്നത്. അത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ പ്രൈമറി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഈ പറഞ്ഞ പോലെ ലോണൊക്കെ കൊടുക്കുന്നത് ഇവരാണ്. അതുപോലെ തന്നെ മെഷീനറീസും അതർ എക്യുപ്മെൻറ്റ്സും ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ്. മത്സ്യഫെഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഒക്കെ ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇല്ല? ബാക്കി നിങ്ങളുടെ നോട്ടിലും ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം നല്ലപോലെ വായിച്ചിട്ട് പോവുക എന്നുള്ളതാണ്, മനസ്സിലാക്കി വായിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും എന്താ പറയുക എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്.